മണിപ്പൂർ വിഷയത്തിൽ നിങ്ങൾക്ക് നിങ്ങൾ കേരളത്തിലുള്ള ഈ പറയുന്ന ക്രിസ്ത്യാനികളെ പറഞ്ഞ് ബോധ്യപ്പെടുത്തുന്ന രണ്ടാമത് വരൂ. നിങ്ങൾ ഒന്ന് മിസോറാമിൽ പോയിട്ട് നിങ്ങൾക്കൊന്ന് പറഞ്ഞ് ബോധ്യപ്പെടുത്താമോ? മണിപ്പൂരിന്റെ തൊട്ടടുത്ത് കിടക്കുന്ന സംസ്ഥാനമാണ് മിസോറാം. 95% ക്രിസ്ത്യാനികളുള്ള ഒരു സംസ്ഥാനം. ആ സംസ്ഥാനത്ത് ഈ മണിപ്പൂർ കലാപം കഴിഞ്ഞ് 2-3 മാസങ്ങൾക്കപ്പുറം ഒരു സംസ്ഥാന തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് BJP ഒരു MLA 2 MLA പോകുന്ന സാഹചര്യമാണുള്ളത്. അതായത് മിസോറാമിലുള്ള ക്രിസ്ത്യാനികൾ പോലും നിങ്ങൾ ഈ പറയുന്ന വിശ്വസിക്കുന്നില്ലെന്നേ. പിന്നെ നിങ്ങൾ എന്തിനാണ് വെറുതെ കേരളത്തിൽ വന്ന് ഇതിങ്ങനെ പാടിക്കൊണ്ട് കിടക്കുന്നത്? ഇവിടെ ആരും നിങ്ങളെ വിശ്വസിക്കാൻ പോകുന്നില്ല. തുടക്കകാലത്ത് കുറച്ച് പേര് തെറ്റിദ്ധരിച്ചിരുന്നു എന്നുള്ള കാര്യം ശരി തന്നെയാണ്. അവർക്ക് ആ കാര്യത്തിൽ വിഷയം മനസ്സിലായതോടുകൂടി തന്നെ അവരെല്ലാം നിലപാട് മാറ്റിയതേ. ബോംബെ ബിഷപ്പിന് വരെ കാര്യം മനസ്സിലായി. അദ്ദേഹത്തിന്റെ കീഴിലാണല്ലോ ഈ മണിപ്പൂരൊക്കെ വരുന്നത്. അദ്ദേഹം തന്നെ പറയുന്നുണ്ടല്ലോ അവിടെ ഗോത്രകലാപാണ്. പിന്നെ നിങ്ങൾ എന്ത് അടിസ്ഥാനത്തിലാണ് നിങ്ങൾ ഇത് പാടിക്കൊണ്ട് കിടക്കുന്നത്? CPM-ന്റെ അവിടുത്തെ സംസ്ഥാന സെക്രട്ടറി തന്നെ പറഞ്ഞിട്ടുണ്ട് ഇത് വർഗീയ കലാപമല്ല, 2 ഗോത്രങ്ങൾ തമ്മിലുള്ള പ്രശ്നമാണെന്ന് അവിടുത്തെ CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി തന്നെ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ഇവിടെ വിശ്വസിക്കാൻ ഇവിടുത്തെ CPM തയ്യാറായിട്ടില്ലെന്നുള്ള വസ്തുതയാണ്. ആ CPM-ന്റെ സംസ്ഥാന ഗൗതമെ പതുക്കെ പറയും. മിക്കവാറും CPM-ന്റെ സംസ്ഥാന സെക്രട്ടറിയുടെ വീട്ടിലേക്ക് ഇവര് വല്ല ഇന്നോവയും പറഞ്ഞു വിടും. മാഷാള്ള സ്റ്റിക്കർ ഒട്ടിച്ചിട്ട്. അതുകൊണ്ട് വെറുതെ ഇരിക്കും, വെറുതെ അയാളെ അപകടത്തിലാക്കാതെ. പാവം. ഞാൻ ബാക്കി പറയട്ടെ. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇദ്ദേഹം പറയുന്നത് എന്താണ്, കുറെ ക്രിസ്ത്യൻ സഭകളെ RSS തെറ്റിദ്ധരിപ്പിക്കുകയാണ്. RSSന് തെറ്റിദ്ധരിപ്പിക്കാൻ പറ്റുന്നതാണ്. നിങ്ങൾ എന്താ ക്രിസ്ത്യാനികളെ മൊത്തത്തിൽ അടച്ചാക്ഷേപിക്കുകയാണ്? RSSകാർ പോയിട്ട് എന്തെങ്കിലും പറഞ്ഞാൽ അത് കണ്ണും പൂട്ടി വിശ്വസിക്കാനാണോ ഇവിടെയുള്ള ബിഷപ്പുമാരാവട്ടെ ബാക്കി ഇടവകക്കാരാകട്ടെ ഇരിക്കുന്നത്? അല്ലല്ലോ. അവർക്ക് വ്യക്തമായിട്ട് കണക്കുണ്ടെന്നേ. ഇപ്പൊ ഒരു ഹിന്ദുവിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഹിന്ദുവിന്റെ വീട്ടിൽ ഒരു ലവ് ജിഹാദ് ഉണ്ടായി. അവിടെ നിന്ന് ഒരു പെൺകുട്ടി പോയി. ആ പരിസരത്തിരിക്കുന്നവരല്ലാതെ എന്തെങ്കിലും വ്യക്തമായിട്ടുള്ള കണക്ക് ഏതെങ്കിലും പറയുന്ന NSSന്റെ കയ്യിലുണ്ടാവും, അല്ലെങ്കിൽ SNDP-യുടെ കയ്യിലുണ്ടാവും, അല്ലെങ്കിൽ ഏതെങ്കിലും സഭകളുടെ കയ്യിലുണ്ടാവോ? ഇല്ല. വ്യക്തമായ കണക്കുകളില്ല. ഹിന്ദു കമ്മ്യൂണിറ്റി ഒരു ഓപ്പൺ കമ്മ്യൂണിറ്റിയാണ്. ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി അങ്ങനെയല്ല. അവിടെ മാമോദീസ മുങ്ങുന്നത് മുതൽ, അവിടെ വിവാഹം നടക്കുന്നത് മുതൽ, അവരുടെ സെമിത്തേരിയിൽ അടക്കുന്നത് വരെയുള്ള ഒരു മനുഷ്യൻ ജനിച്ചു കഴിഞ്ഞാൽ, ഒരു കുട്ടി അവിടെ ജനിച്ചു കഴിഞ്ഞാൽ അയാളുടെ ഫുൾ പ്രോസസ് അവിടെ റെക്കോർഡ് ചെയ്യപ്പെടുന്നതാണ്. അപ്പൊ എത്ര പെൺകുട്ടികൾ തങ്ങളുടെ നിന്ന് നഷ്ടപ്പെടുന്നുണ്ട്, ലവ് ജിഹാദിൽ എത്ര പേര് പെടുന്നുണ്ട് എന്നുള്ള കാര്യത്തെ കുറിച്ചിട്ട് അവർക്ക് വ്യക്തമായ കണക്കുണ്ട്. ആ കണക്കുള്ളത് കൊണ്ടാണ് അവർ പ്രതികരിക്കുന്നത്. അല്ലാതെ RSSകാർ ആരെങ്കിലും പോയിട്ട് അവരെ പണ്ട് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അത് വിശ്വസിച്ചിട്ട് ഒരു നിലപാടെടുക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുന്നവരല്ല ഈ പറയുന്ന ക്രിസ്ത്യൻ സഭകളെന്നും ക്രിസ്ത്യൻ വികാരിമാരെന്നും ക്രിസ്ത്യൻ ബിഷപ്പുമാരെന്നും ഉള്ള കാര്യം ഹസ്കർ മനസ്സിലാക്കണം. പിന്നെ ഹസ്കർ ഇവിടെ കുറച്ചു നേരത്തെ പറഞ്ഞു പോപ്പുലർ ഫ്രണ്ടിനെ ഇവിടെ പ്രവർത്തിക്കുവാനുള്ള സ്വാതന്ത്ര്യത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നുണ്ടെന്നുള്ള കാര്യം. നിങ്ങൾ പോപ്പുലർ ഫ്രണ്ടിന്റെ പ്രവർത്തനത്തിൽ വിശ്വസിക്കുന്നുണ്ട് എന്നാണ് നിങ്ങൾ പറയുന്നത്, ഞാൻ പറഞ്ഞതല്ല. ഇത് റിവൈൻഡ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ കേൾക്കാം. അവരുടെ ആശയത്തിനെയാണ്, ഇതാണ് ഇതൊക്കെ മുട്ടാപ്പോക്ക് നയം മാത്രമാണെന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം. നിങ്ങൾക്ക് പോപ്പുലർ ഫ്രണ്ടിന്റെ ഇവിടുത്തെ പ്രവർത്തനത്തിനെയാണ്. ഞാൻ ചോദിക്കട്ടെ, ആശയത്തെ നിരോധിച്ചിട്ടേ കാര്യമുള്ളൂ, സംഘടനയെ നിരോധിച്ചിട്ട് കാര്യമില്ല എന്നുണ്ടെങ്കിൽ ISISന് ഇവിടെ പ്രവർത്തിക്കാനുള്ള സ്വാതന്ത്ര്യം കൊടുക്കാൻ പറ്റുമെന്നാണോ ആസ്കർ പറഞ്ഞു വരുന്നത്? ബോക്കോ ഹറാമിന് ഇവിടെ വന്ന് പ്രവർത്തിക്കാൻ കഴിയുമോ? അൽഖ്വായ്ദയ്ക്ക് ഇവിടെ വന്ന് പ്രവർത്തിക്കാൻ കഴിയുമോ? ഇവിടെയൊക്കെ ആശയം നിരോധിക്കപ്പെടുന്നില്ലല്ലോ. ഇവരുടെയൊക്കെ സംഘടനകളല്ലേ ഇവിടെ നിരോധിച്ചിട്ടുള്ളൂ. അപ്പൊ അങ്ങനെയൊക്കെ നിരോധിക്കപ്പെടാന്നുള്ളതാണല്ലോ. അതുപോലെ ഒരു ഗണത്തിൽ പെടുത്താവുന്ന പ്രസ്ഥാനം തന്നെയാണ് പോപ്പുലർ ഫ്രണ്ടും. അതുകൊണ്ടാണ് അതിനെ നിരോധിച്ചിരിക്കുന്നത്. അപ്പൊ ആ പ്രസ്ഥാനത്തിന് ഇവിടെ പ്രവർത്തിക്കാനുള്ള സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ സംസാരിക്കുന്നതെന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ മുൻ സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന കോടിയേരി ബാലകൃഷ്ണൻ ഇവിടെ പത്രസമ്മേളനം വിളിച്ചതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീവ്രവാദികളോട് ജിഹാദികളോടുമുള്ള നിലപാട് എന്താണെന്നുള്ള കാര്യത്തെ കുറിച്ചിട്ട് ഞങ്ങൾക്ക് നല്ല നിശ്ചയമുണ്ട്. അതുകൊണ്ടാണ് അഭിമന്യുവിനെ നെഞ്ചിൽ കത്തിയിറക്കി കൊന്നു കഴിയുമ്പോ നിങ്ങൾക്ക് SDP പോപ്പുലർ ഫ്രണ്ടിന്റെ പേര് മിണ്ടാനുള്ള ധൈര്യം പോലും ഇല്ലായിരുന്നത്. നിങ്ങൾ ചുമരുകൾ മുഴുവനും വർഗീയതയ്ക്ക് തുളയിട്ട് നടന്നതല്ലാതെ ഇസ്ലാമിക ഫാസിസം എന്നോ ഇസ്ലാമിക ടെററിസം എന്നോ പോപ്പുലർ ഫ്രണ്ട് എന്നോ SDP എന്നോ പറയാനുള്ള ധൈര്യം പോലും നിങ്ങൾക്ക് ഉണ്ടായില്ലെന്നേ. എന്തിന്? ആ കൊന്ന ആൾക്കാർക്കെതിരെ പ്രോപ്പറായിട്ടൊരു നടപടി എടുക്കാൻ പോലും നമ്മുടെ ഇരട്ടച്ചങ്കന്റെ പോലീസിന് കഴിഞ്ഞില്ല എന്ന് പറയുമ്പോൾ നിങ്ങൾ എത്രത്തോളം അടിമവൽക്കരിക്കപ്പെട്ടു പോയി എന്നുള്ള കാര്യം നിങ്ങൾ സ്വയം തിരിച്ചറിയേണ്ടതാണ്. നിങ്ങളുടെ പാർട്ടിയിൽ നല്ല മുസ്ലിങ്ങളുണ്ട്, നല്ല ഹിന്ദുക്കളുണ്ട്, നല്ല ക്രിസ്ത്യാനികളുണ്ട് എന്നുണ്ടെങ്കിൽ അവർ സ്വയം തിരിച്ചറിയേണ്ടതാണ് ഈ പറയുന്ന റാഡിക്കൽ ഇസ്ലാമിന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എത്രത്തോളം അടിമവൽക്കരിക്കപ്പെട്ടു പോയി എന്നുള്ള കാര്യം. അതുകൊണ്ട് നിങ്ങൾ വന്നിരുന്ന് നിങ്ങളുടെ ആർജവത്തിനെ കുറിച്ച് ഞങ്ങൾക്ക് ക്ലാസ് എടുക്കരുത്. നിങ്ങൾക്ക് ഒരു ആർജവുമില്ല, നിങ്ങൾക്കൊരു നിലപാടുമില്ല, നിങ്ങൾക്ക് ഈ വിഷയത്തിൽ ഒരു നയവുമില്ല. നിങ്ങൾക്ക് ആകെ അറിയാവുന്ന കാര്യം കേരളത്തിൽ 30% കടന്നു കഴിഞ്ഞു ഇസ്ലാമിക പോപ്പുലേഷൻ എന്നുള്ളതാണ്. അപ്പൊ അവരെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള റാഡിക്കൽ ആയിട്ടുള്ള ഫോഴ്സസിനെ നിങ്ങളുടെ കൂടെ നിർത്തിയാൽ മാത്രമേ കഴിയൂ എന്നുള്ള കാര്യം നിങ്ങൾക്കറിയാം. നിങ്ങൾ മദനിയെ വിളിച്ച് സ്റ്റേജിൽ കയറ്റിയ ദിവസം മുതൽ നിങ്ങൾ അതിനുള്ള പണിപ്പാടിലാണ് നിങ്ങൾ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അത് തന്നെയാണ് ഇപ്പോഴും നിങ്ങൾ ഇത്തരം വിധ്വംസക ശക്തികൾക്ക് കുടപിടിക്കുന്നതിലൂടെ ചെയ്യുന്നത്. യെസ്.